സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച കാലം. അവിചാരിതമായ ഒരു പ്രണയവും കുടുംബജീവിതമെല്ലാം സംഭവിച്ചെങ്കിലും ചില കാര്യങ്ങളിൽ വിജയ് അതൃപ്തനായിരുന്നു. ഈ ജോലിയിൽ തനിക്ക് യാതൊരു സന്തോഷവുമില്ലെന്നും നാട്ടിലെത്തി മറ്റെന്തെങ്കിലും ചെയ്യണമെന്നും അദ്ദേഹം ജെസ്സിയോട് പറഞ്ഞു. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാൻ മനസ്സുള്ള ജെസ്സി അതിനോട് യോജിച്ചു. അങ്ങനെ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം തുടങ്ങി. അത് പരാജയമായതോടെ ജീവിതമാകെ അനിശ്ചിതാവസ്ഥയിലായി. അങ്ങനെയിരിക്കെ ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള കൂത്തുപ്പി പട്രൈ എന്ന നാടക കമ്പനിയുടെ ഒരു നാടകം കാണാനിടയായി. അതിൽ ചേർക്കാമോ എന്ന് ചോദിച്ചെങ്കിലും അവർ തയ്യാറായില്ല. അതേസമയം അക്കൗണ്ടന്റായി ജോലി ചെയ്യാൻ അവസരം നൽകി. 2 വർഷത്തോളം അവിടെ പ്രവർത്തിച്ചപ്പോഴേക്കും നടനാകാനുള്ള അഭിനിവേശം തീവ്രമായി. നീ നല്ല ഫോട്ടോജനിക് ആണെന്ന് ചേട്ടൻ്റെ വാക്കുകൾ ഊർജം പകർന്നു. ജോലി ഉപേക്ഷിച്ച് രണ്ടും കൽപ്പിച്ച് സിനിമയ്ക്കായി ഇറങ്ങി. വിജയ് സേതുപതിക്ക് അപ്പോൾ ഒരു മകൻ ജനിച്ച സമയമായിരുന്നു. മൂത്ത മകൻ സൂര്യ. കല്യാണം കഴിഞ്ഞ് കുടുംബമായി സ്ഥിതിക്ക് ഇനി ഈ കോപ്രായങ്ങൾക്ക് നിൽക്കാതെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ നാട്ടുകാരും സുഹൃത്തുക്കളും ഉപദേശിച്ചു. പക്ഷേ വിജയ് മാത്രം പിന്മാറിയില്ല. ആഗ്രഹം അത്രമേൽ തീക്ഷ്ണമായിരുന്നല്ലോ. 6 മാസം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്നിട്ടും പറ്റിയില്ലെങ്കിൽ വേറെ ജോലി നോക്കാം എന്ന് ജെസ്സിക്ക് വാക്ക് കൊടുത്തു. 6 മാസം 60 മാസമായിട്ടും ഒന്നും ഫലവത്തായില്ല. ഓരോ 6 മാസം കഴിയുമ്പോഴും ജെസ്സിയോട് അടുത്ത 6 മാസം കൂടി അവധി ചോദിക്കും. ഒരിക്കലും മുഖം കറുക്കുകയോ നീരസം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. അങ്ങനെ അവസരം ചോദിച്ച് നടന്ന കൂട്ടത്തിൽ സംവിധായകൻ ബാലു മഹേന്ദ്രയുടെ വീട്ടിലും എത്തി. അദ്ദേഹം സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കുറേ ഫോട്ടോസ് എടുത്തു. കണ്ണും ലുക്കും നല്ലതാണെന്നും അടുത്ത ദിവസം വന്ന് ഫോട്ടോസ് വാങ്ങിക്കൊള്ളാനും പറഞ്ഞു. യാത്ര പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫോട്ടോസിന്റെ ഒരു കോപ്പി ഞാൻ സൂക്ഷിക്കും, ചാൻസ് വരുമ്പോൾ വിളിക്കാം. അത് വിജയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കമലഹാസന്റെ 3-ാം പിറ ഉൾപ്പെടെ ചരിത്രം സൃഷ്ടിച്ച സിനിമകൾ ഒരുക്കിയ മഹാരഥനാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. പ്രമുഖരായ എല്ലാ സംവിധായകരുടെയും നമ്പർ തപ്പിയെടുത്ത് വിളി തുടങ്ങി. ആ സമയത്ത് ചില പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായും അവസരം ലഭിച്ചു. പല പടങ്ങളിലും വിജയിയുടെ കഥാപാത്രങ്ങൾക്ക് പേരില്ലായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരാളായാണ് ഏറെയും കാണപ്പെട്ടത്. അപ്പോഴൊന്നും നിരാശയല്ല, സന്തോഷമാണ് തോന്നിയതെന്നും പിന്നീട് വിജയ് തുറന്നു പറഞ്ഞു. കാരണം എല്ലാവരും എഴുതി തള്ളിയ ഒരിടത്തു നിന്നും ഒരു മൂവി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ യോഗ്യനാണെന്ന് കാലം ബോധ്യപ്പെടുത്തി തന്നല്ലോ. ഇന്നത്തെ പ്രമുഖ സംവിധായകൻ കാർത്തിക് സുബ്രാജ് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന കാലം. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിൽ ഒരു അവസരം കിട്ടി. 1500 രൂപയായിരുന്നു അറിഞ്ഞുറപ്പിച്ച പ്രതിഫലം. കാർത്തികിന് വിജയിയുടെ പ്രകടനം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഡബ്ബിങ്ങിന് ചെന്നപ്പോൾ നിങ്ങളുടെ അധ്വാനത്തിന് 1500 രൂപ പോരാ എന്നും പറഞ്ഞ് 1000 രൂപ കൂടി അധികം നൽകി. പണത്തേക്കാൾ വിജയിയുടെ ആത്മവിശ്വാസം ഹിമാലയത്തോളം ഉയർത്തിയ സന്ദർഭമായിരുന്നത്. അന്ന് ലഭിച്ച 2500 രൂപയ്ക്ക് വിജയ് കോടികളുടെ മൂല്യമാണ് നൽകിയത്. കാരണം കാർത്തിക് സുബ്രാജ് എന്ന വലിയ പ്രതിഭാശാലിയായ ഡയറക്ടർക്ക് തന്നിലുണ്ടായ വിശ്വാസം. അതാണ് ഒരു നാൾ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം. അവിടെ മുതലായിരിക്കണം കാർത്തിക് സുബ്രാജിനും വിജയ് സേതുപതിക്കും ഇടയിലുണ്ടായിരുന്ന ബോണ്ടിങ്ങിന്റെ കാരണവും. വീണ്ടും വീണ്ടും വിജയ് സേതുപതി ചെറുവേഷങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് സിനിമയിൽ നിലനിൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു കാലഘട്ടത്താണ് സെൽവരാഘവൻ ഡയറക്റ്റ് ചെയ്യുന്ന ധനുഷ് ചിത്രമായ പുതുപ്പേട്ടയുടെ ഓഡീഷനു വേണ്ടി വിജയ് സേതുപതി പോകുന്നത്. അതിൽ ധനുഷിന്റെ കൂട്ടുകാരന്റെ വേഷം ലഭിക്കുകയും ചെയ്തു. അവിടെ നിന്നും കിട്ടിയ വലിയ പിന്തുണയിൽ സുന്ദരപാണ്ഡ്യൻ എന്ന സിനിമയിൽ വില്ലനായി വിജയ് സേതുപതി അവതരിച്ചു. ഇതൊരു മിസ്കാസ്റ്റിംഗ് ആണെന്ന് പല സംവിധായകരും കുറ്റപ്പെടുത്തി വിമർശിച്ചു. ആ വിമർശനങ്ങളൊക്കെ നാവടക്കിക്കൊണ്ട് മികച്ച വില്ലനുള്ള പുരസ്കാരം വിജയ് സേതുപതിയെ തേടിയെത്തി. പിന്നീട് സീനു രാമസ്വാമിയുടെ തെന്മേർ പരുവക്കാറ്റ് എന്ന പടത്തിൽ വിജയ് ആദ്യമായി നായക വേഷത്തിലെത്തി. സിനിമ പുറത്തിറങ്ങിയിട്ടും വീണ്ടും അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വന്നത് 2 വർഷം. കുറഞ്ഞ മുതൽ മുടക്കിൽ കാർത്തിക് സുബ്രാജ് ഒരുക്കിയ 2022 ഇറങ്ങിയ പിസ എന്ന ഹൊറർ ചിത്രത്തിൽ വിജയ് സേതുപതി നായകനായി വീണ്ടും അരങ്ങ് തകർത്തു. 1.5 കോടിയിൽ പൂർത്തിയായ സിനിമ 8 കോടിയിൽ അധികം കളക്ട് ചെയ്തു. നടൻ എന്ന നിലയിൽ വിജയ് സേതുപതിയുടെ പ്രകടനത്തിന് വ്യാപകമായ സ്വീകാര്യതയാണ് ലഭിച്ചത്. കാർത്തിക് സുബ്രാജ് തന്റെ നായകനെ പറ്റി അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: വിജയ് സേതുപതി ഒരു ക്രിസ്റ്റൽ ബൗളാണ്, അതിലെന്തു വെച്ചാലും സുന്ദരമായിരിക്കും. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രമായിരുന്നു. വിക്രം വേദയിലെ വേദയാണെങ്കിലും പേട്ടയിലെ രജനികാന്ത് എന്ന സൂപ്പർ സ്റ്റാറിന്റെ നേർക്ക് നേരെ നിൽക്കുന്ന വില്ലനായാലും വിക്രം എന്ന ചിത്രത്തിൽ ഉലകനായകൻ കമലഹാസനൊപ്പവും എല്ലാം ചരിത്രമായിരുന്നു. നായകനായി കഴിഞ്ഞാൽ വില്ലനായി അഭിനയിക്കാൻ മടിക്കുന്നവർക്കിടയിലും അദ്ദേഹം വ്യത്യസ്തനായി. രജനികാന്തിന്റെയും വിജയുടെയും ഷാരൂഖ് ഖാന്റെയും കമലഹാസന്റെയും എല്ലാം സിനിമകളിൽ ഭാവാഭിനയ മികവ് കൊണ്ട് നായകനെ കടത്തിവെട്ടുന്നു. ഉശിരൻ വില്ലനായി മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. വീണ്ടും ഇതാ മഹാരാജ എന്ന ചിത്രത്തിലൂടെ മികച്ച പ്രതികരണത്തിലൂടെ ജനങ്ങളുടെ കയ്യടി മേടിക്കുകയാണ് വിജയ് സേതുപതി. അയാൾ ഇങ്ങനെയാണ്: വില്ലനാവും നായകനാവും, വീണ്ടും വില്ലനാവും നായകനാവും.